السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. ബഹുമാനികളായ പണ്ഡിതന്മാരെ, സാദാത്യങ്ങളെ, സ്നേഹനിധികളായ സുഹൃത്തുക്കളെ, നമ്മുടെ 81ാമത്തെ ക്ലാസ്സാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. 20ാമത്തെ ഫായിദ ഈ അഖദി ദിക്രി ബിൽ അനാമിലി വൽ മിസ്ബഹത്തി വൽ ഹസ്വ വൻ നവ. കാരക്കയുടെ കുരു, ചെറിയ കല്ല്, അതുപോലെ തസ്ബീഹിന്റെ മാല, വിരലുകൾ, ഇവകളെ കൊണ്ടൊക്കെ ദിക്റിനെ കെട്ടുക എന്നതിൽ പറയുന്നതാണ് 20ാമത്തെ ഫസ്ല്. അപ്പോ ഇത്ര എണ്ണം ദിക്റ് എന്ന് കണക്കാക്കുവാൻ വേണ്ടി വിരലുകളെ കൊണ്ട് പിടിക്കാം, തസ്ബീഹ് മാല പിടിക്കാം, മാലമണികള്, ചരക്കല്ല് ചെറുത്, അതുപോലെ തന്നെ കാരക്കുരു. ഇതിനെക്കുറിച്ചുള്ള ഒരു അടിസ്ഥാനം എന്താകുന്നു, എണ്ണം പിടിക്കാൻ എന്താണ് മാർഗം, എങ്ങനെയൊക്കെയായിരുന്നു റസൂലുള്ളാഹിയുടെ ചര്യ, ചെറിയൊരു വിശകലനം നമുക്ക് നടത്താം. സബത്ത ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. എന്ത്? അന്നൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യഖിദു തസ്ബീഹ ബിയമീനിഹി. ഹബീബായ നബി തങ്ങൾ അവിടുത്തെ വലത് കരം കൊണ്ട് തസ്ബീഹിനെ കെട്ടുമായിരുന്നു, കണക്കാക്കുമായിരുന്നു എന്നർത്ഥം. ഈ ഹദീസ് ആരൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? റവാഹു അസ്ഹാബു സുനനി സലാസത്തു. 3 ഹദീസിന്റെ പണ്ഡിതന്മാർ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പുറമെ ഇബ്നു ഹിബ്ബാൻ എന്നവര് ഫീ സ്വഹീഹി, തന്റെ സ്വഹീഹില് ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുമുണ്ട്. അപ്പൊ ബലാബലമുള്ള, ശക്തമുള്ള ഹദീസാണ് ഈ ഹദീസ്. ഇനി നമുക്ക് കാണാം, ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണാം. മഹാനവറുകൾ പറയുന്നു, റഅയ്തുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖിദു തസ്ബീഹ. തസ്ബീഹിനെ നബി തങ്ങൾ ഇങ്ങനെ എണ്ണിപ്പിടിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് ഇബ്നു ഉമർ തങ്ങൾ പറഞ്ഞു. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടകന്മാർ അബൂ ദാവൂദ്, നസായി, തുർമുദി, ഹാക്കിം റളിയല്ലാഹു അൻഹു ഇവരാകുന്നു. ഇനി നമുക്ക് ബൈഹഖി ഇമാം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് വായിക്കാം. വറവൽ ബൈഹഖിയു ബിസനദിൻ ലഈഫിൻ. ലഈഫായ സനദാണ്, എന്നിരുന്നാലും ലക്ഷ്യത്തിനതൊക്കെ പറ്റും. എന്താ ലഈഫായ സനദോടുകൂടെ ബൈഹഖി ഇമാം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തത് ഇഖ്തിദൂഹു ബിൽ അനാമിലാന. തസ്ബീഹിനെ വിരൽ കൊടികളെ കൊണ്ട് നിങ്ങൾ കെട്ടുക. കെട്ടുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം വിരലുകൾ കൊണ്ട് കണക്കാക്കി കണക്ക് പിടിക്കുക എന്നർത്ഥം. കാരണം എന്താ? ഇന്നകുന്ന നിശ്ചയമായിട്ടും ഈ വിരലുകളൊക്കെ മസ്ഊലാത്തുൻ ചോദിക്കപ്പെടുന്നതാണ് നാളെ മഹ്ശറയിൽ. മുസ്തൻദഖാത്തുൻ ഇവകൾ സംസാരിക്കുന്നതുമാണ്. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ എന്ന് യാസീൻ സൂറത്തിലുണ്ടല്ലോ. സാധാരണ നമ്മൾ യാസീൻ ഓതുന്ന ആളുകൾക്ക് അതൊക്കെ അറിയാം. അപ്പൊ നമ്മുടെ വിരലുകളെ കൊണ്ട് അല്ലാഹു തആല സംസാരിപ്പിക്കുമ്പോൾ ഈ വിരലുകൾ സംസാരിക്കും. അങ്ങനെ സംസാരിക്കുമ്പോൾ ഈ വിരലുകൾക്ക് പറയാം, പടച്ചവനെ, നിനക്ക് തസ്ബീഹും ദിക്റൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ എന്റെ കൈയിന്റെ ഈ വിരലുകളെ കൊണ്ട് എന്നെ കൊണ്ട് അവരിങ്ങനെ കണക്ക് പിടിച്ചിരുന്നു എന്ന് പറയുന്നു. അപ്പോ ഇതിലേക്ക് നല്ലൊരു പ്രചോദനം കൂടിയുണ്ട്. നമ്മുടെ അവയവങ്ങൾ നമുക്ക് ഗുണമായി സാക്ഷി നിൽക്കുമെന്നൊരു തെളിവും കൂടി ഇതിലുണ്ട്. അപ്പൊ നമ്മുടെ കൈകൾ കൊണ്ട് നമുക്ക് തസ്ബീഹിനെ കണക്കാക്കാം. ഇവിടെ തന്നെ നമുക്ക് വേറെ ഒരു ഹദീസ് വ്യക്തമായിട്ട് കാണാം. ബുസ്റത്ത് എന്ന് പറയുന്ന മഹദി റിപ്പോർട്ട് ചെയ്യുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട്. മഹാനായ നബി തങ്ങൾ പറഞ്ഞു, അലൈകുന്ന ബിത്തസ്ബീഹി വത്തഹ്ലീലി വത്തഖ്ദീസി. അല്ലാഹുവിനെ മഹത്വപ്പെടുത്തുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുക, സുബ്ഹാനല്ലാഹ് എന്നിവ കൊണ്ട് നിങ്ങൾ നിർബന്ധമാക്കിക്കോളൂ, പതിവാക്കിക്കോളൂ. ഫലാ തഗ്ഫൽന, നിങ്ങൾ ഒരിക്കലും എന്താവണ്ടെന്ന് പറയുമ്പോ അശ്രദ്ധവാന്മാരായി പോവരുത്. വഅഖ്ദിന ബിൽ അനാമിലി, വിരലുകളെ കൊണ്ട് നിങ്ങൾ കെട്ടുക, കണക്കാക്കുക എന്നർത്ഥം. എന്താണത്? കാരണം ഇന്നഹാ നിശ്ചയമായിട്ടും വിരലുകൾ മുസ്തൻദഖാത്തുൻ, നാളെ മഹ്ശറയിൽ അവ സാക്ഷി നിൽക്കുന്നതാണ് എന്നാണ് അതിന്റെ അർത്ഥമെന്ന ഈ ഹദീസ് അബൂ ദാവൂദ്, തുർമുദി, ഹാക്കിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പൊ ഇത്തരം ഹദീസുകൾ നമുക്ക് വായിക്കാനുള്ളത് വിരലുകളെ കൊണ്ട് നമുക്ക് കണക്ക് പിടിക്കാമെന്നും
ഹബീബായ നബി തങ്ങൾ വലത് കൈകൊണ്ട് തസ്ബീഹിനെ കണക്ക് പിടിച്ചിരുന്നു എന്നും നാളെ മഹ്ശറയിൽ ഈ വിരൽക്കുട്ടികൾ നമുക്ക് ഗുണമായി സാക്ഷി നിൽക്കുമെന്നും ഈ ഹദീസിലൂടെ നമുക്ക് വ്യക്തമായല്ലോ. എന്നാൽ ഈ ഹദീസൊക്കെ പറഞ്ഞതിന് ശേഷം നമുക്ക് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹു എന്ന് പറയുന്നു, ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, വഹാദാ യശ്മലു അനാമില കുല്ലി മിനൽ യമീനി വശിമാലി. ഇവിടെ അനാമില് കൊണ്ട് നിങ്ങൾ കെട്ടുക എന്ന് റസൂലുള്ള പറഞ്ഞു. ഈ ഹദീസിൽ അനാമില് എന്നുണ്ടല്ലോ, ഈ അനാമില് ഏത് കയ്യിൽപ്പെട്ടതാന്ന് വ്യക്തമായിട്ടില്ല. അപ്പോ ഈ ഹദീസിന് മനസ്സിലാകുന്ന ഈ അനാമില് വലത് ഇടത് രണ്ട് കയ്യിലുമുണ്ടല്ലോ വിരലുകള്. അപ്പോ രണ്ട് കയ്യിലുമുള്ള വലത് ഇടത് കയ്യിലുള്ള എല്ലാ വിരലുകളെയും ഈ പറഞ്ഞ ഹദീസിൽ അത് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോ ഇത് രണ്ടുകൊണ്ടും ചെല്ലാമെന്ന് വരുമല്ലേ. അപ്പൊ നമുക്ക് തൗജീഹ് നടത്താം. കാരണം ഹബീബായ നബി തങ്ങൾ തസ്ബീഹ് ചൊല്ലി കണക്കാക്കിയത് വലത് കൈ കൊണ്ട. ഈ ഹദീസിന് അനാമിനത് കൊടുക്കുമ്പോ രണ്ട് കൈയിലെ വിരലുകളും പെടും. അപ്പൊ ഇതിനെ നമുക്ക് തൗഫീഖാക്കണല്ലോ, യോജിപ്പിച്ചു കൊണ്ടുവരണം. ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു, അപ്പോ ആദ്യം പറഞ്ഞ ഹദീസ് എടുക്കുക. ഏത് തസ്ബീഹ ബി യമീനി എന്ന് പറഞ്ഞ ഈ ആദ്യത്തെ ഹദീസ് അല്ലെ. ഈ ഹദീസിനോട് എന്ത് ചെയ്യുക എന്നറിയാമോ? ഇവിടെ രണ്ടാമത് കൊണ്ടുവന്ന് ബിൽ അനാമിലി എന്ന് പറഞ്ഞ് ഈ ഹദീസിനെ യോജിപ്പിക്കുക. ആദ്യം നബി തങ്ങൾ ഖാസായി പറഞ്ഞല്ലോ ബി യമീനിഹി, അതിനോട് ഈ ഹദീസിനോട് യോജിപ്പിക്കുക. ഇത് മുത്തലഖാണ്, അത് മുഖയ്യദാണ്. അപ്പൊ ഈ മുത്തലഖിനെ മുഖയ്യദിനെ ഇവരെ യോജിപ്പിക്കുമ്പോൾ എന്ത് മനസ്സിലാക്കുക? ഇവിടെ ഈ പറഞ്ഞ ബിൽ അനാമിലി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വലത് കൈയിന്റെ വിരലുകൾ എന്നതിന് പേര് ചുമത്താം. ഒരു തൗജീഹ് അങ്ങനെ കൊണ്ടുവരാം. അല്ലെങ്കിൽ ഔദാലിക്കാലി ബയാനിൽ അഫ്ളലി, അല്ലെങ്കിൽ ഇങ്ങനെയും വെക്കാൻ രണ്ടാമത്തെ ഒരു വകുപ്പ്. ഏതാ? ആദ്യം പറഞ്ഞത് കൊണ്ട് നബി തങ്ങൾ ചൊല്ലിയത് വലത് കൈ കൊണ്ട്, അതുകൊണ്ടാണ് ചെല്ലേണ്ടത്, അതാണ് അതവും. അങ്ങനെ വരുമ്പോ യഖ്ദിഹു ബിൽ അനാമിലി എന്ന് പറഞ്ഞിടത്ത് അനാമില് കൊണ്ട് എന്തുദ്ദേശിക്കാം? ഇടത് കൈത്തതോ വലത് കൈത്തതോ ഏത് വിരലുകളാണ്ടാലും ആ വിരലുകളെ കൊണ്ട് നിങ്ങൾക്ക് എണ്ണം പിടിക്കാം. അപ്പൊ ഇവിടെ എന്തായി? ബയാനിൽ അഫ്ളലി, ഏതാണ് അഫ്ളലി എന്ന് ബയാൻ ചെയ്യുവാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പൊ അതും ഇതും വെക്കുമ്പോ അഫ്ളലി ഏതാണ് എന്ന് മനസ്സിലാക്കുവാനും ബയാൻ ചെയ്യുവാനും വേണ്ടിയിട്ടാണ് എന്നും വെക്കാം. അങ്ങനെ വരുമ്പോൾ ഹാദൽ ബയാനു മായ അസുരു ബിഹി അസുരു സുന്നത്തി, അങ്ങനെ വരുമ്പോൾ എന്താ ഉണ്ടാവുക? ബയാൻ ചെയ്തിട്ട് കിട്ടുമ്പോ അഫ്ളലി ഏതാണ്? വലത് കൈ കൊണ്ടാവും. വലത് കൈയിന്റെ വിരൽ കൊണ്ടാവുമ്പോ ഈ ഹദീസ് പിടിച്ചിട്ട് എന്ത് ചെയ്യാം? വിരൽ കൊണ്ടികൾ. അപ്പൊ വിരലുകളെ കൊണ്ട് എന്ന് വെക്കുമ്പോ ഏത് കയ്യിലെ വിരലെടുത്ത് കണ്ട് എണ്ണം പിടിച്ചാലും ആ എണ്ണം പിടിക്കുക എന്നൊരു അസ്ര് സുന്നത്ത് ഉണ്ടല്ലോ, ആ അസ്ര് സുന്നത്ത് കിട്ടും. ആ സുന്നത്ത് എന്ന് പറയുന്ന അടിസ്ഥാന സുന്നത്തുണ്ട്, അത് കിട്ടും എന്ന് മനസ്സിലാക്കുക. ഇങ്ങനെയാണ് ഈ രണ്ട് ഹദീസും ഇവിടെ കൊണ്ടുവന്നിട്ട് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു തആല സംയോജിപ്പിച്ച് തന്നത്. ബഹുമാനപ്പെട്ടവര് മുഹദ്ദിസ് കൂടിയാണല്ലോ, ഫഖീഹുമാണ് മുഹദ്ദിസുമാണ്. ഇനി ഇവിടെ ബഹുമാനപ്പെട്ടവര് പറയുന്നത് ബഹുമാനപ്പെട്ട അദ്നാ ഇമാമിന്റെ സംസാരത്തിൽ മനസ്സിലാകുന്നത് അന്നൽ മുറാദാബിൽ അഖദി, ഇവിടെ അഖദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഹുന ഈ തസ്ബീഹിന്റെ ബാവില് അല്ലെങ്കിൽ ദിക്റിന്റെ ബാവില് അല്ലെങ്കിൽ ഈ 20ാമത്തെ ഫായിദയിൽ പറഞ്ഞ ഈ അഖദ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മായത്താറു, ജനങ്ങൾക്ക് എന്തോ മനസ്സിലായ ഒരു അഖദ് ഉണ്ട്, ആ അഖദാണ് എന്നതാണ് അദ്നാ ഇമാമിന്റെ കലാമ് കൊണ്ട് തിരിയുന്നത്. എങ്കിൽ അദ്നാ ഇമാം അല്ലാത്തവരോ ഖാല ഗൈറുഹു, അദ്നാ ഇമാം അല്ലാത്തവരുടെ ഖൗലെന്ന് മനസ്സിലാക്കാണ് അൽ മുറാദു ഇവിടെ പറഞ്ഞതായി അഖദുൽ ഹിസാബില്ലദീ യഅലമുന്നാസു, ജനങ്ങൾക്ക് അറിവുള്ളതായ ഒരു കണക്കുണ്ട്, ആ കണക്കിനെ കെട്ടിക്കൊണ്ടുപോരുക. അപ്പൊ കണക്ക് എടുത്ത് കെട്ടുക എന്നുള്ളതാണ് അദ്നാ ഇമാം അല്ലാത്തവരുടെ ഖൗല് കൊണ്ട് ഇവിടെ പറഞ്ഞത്. അപ്പൊ രണ്ട് മുറാദാണ് പറഞ്ഞത്, ഒന്ന് അദ്നാ ഇമാമിന്റേത്, മറ്റൊന്ന് അദ്നാ ഇമാം അല്ലാത്തവരുടെ. അപ്പൊ രണ്ടായാലും അലാ തസ്ലീമിഹി, അപ്പൊ ജനങ്ങൾക്ക് തിരിയുന്ന ഒരു കണക്കുണ്ട്, ആ കണക്കിനെ കെട്ടുക എന്നതാണ് ഉദ്ദേശം. ഇത് സംബന്ധിക്കലോടൊപ്പം ആദ്യം പറഞ്ഞ മുറാദ് വെക്കുക. അപ്പൊ അല്ലാഹു അപ്പോൾ മനസ്സിലാവുക അന്നൽ അവല, ആദ്യം പറഞ്ഞ ജനങ്ങൾക്ക് തിരിയുന്നൊരു കെട്ടുണ്ട്, ആ കെട്ടിട്ടുകൊണ്ടുള്ളതായ പരിപാടി, അതാണ് ആദ്യം പറഞ്ഞത്. അത് യുഹസ്സിനു സുന്നത്താബില കമാലില്ലഹ, സുന്നത്തിനൊരു പരിപൂർണത ലഭിക്കാത്ത വിധം ഒരു സുന്നത്തിനെ ഉണ്ടാക്കി തീർക്കും, അത് കരഗതമാക്കി തരും എന്നുള്ളതാണ് അദ്നാ ഇമാം പറഞ്ഞ കലാമിന്റെ ലാഹിർ കൊണ്ട് മനസ്സിലാക്കുക. ഇല്ലം യഅരിഫു ഗൈറഹ, ഇതല്ലാത്ത മറ്റൊന്നും ഈ ദിക്ർ ചെല്ലുന്ന അറിയുന്നില്ല എങ്കിൽ
അറിവുണ്ടെങ്കിൽ വിരുത് ഒഴിവാക്കി മറ്റെടുക്കലായിരിക്കും. ഇതൊന്നുമില്ല, ഇത് മാത്രമേ അറിയുള്ളൂ എങ്കിൽ അയാൾക്ക് കമാലിയത്തില്ല എങ്കിലും സുന്നത്തിനെ ആ പറഞ്ഞത് കെട്ടുകൊണ്ട് ഉണ്ടാക്കി തീർക്കും എന്നുള്ളതാണ്. വയു അയ്യിദുഹു, ഈ പറഞ്ഞതിനെ ശക്തിപ്പെടുത്തുന്നു. മാവറദാബി സനദുൽ അൻ അലിയിൻ മർഫൂഅൻ, അലിയാർ തങ്ങളെ തൊട്ട് മർഫൂവായി നബിയിലേക്ക് എത്തുന്ന സനദ. അങ്ങനെ മർഫൂവായിട്ട് ലൈഫായ സനദുകൾ വന്നിട്ടുണ്ട്. അത് ഫളായിൽ അഅ്മാലിന് പറ്റുമല്ലോ. സനദ് അല്ല ലൈഫാണെങ്കിലും ഹദീസ് ഫളായിൽ അഅ്മാലിന് പറ്റും. അങ്ങനെ സനദ ലൈഫായി വന്നൊരു ഹദീസ് ഉണ്ട്. ആ ഹദീസ് ഈ പറഞ്ഞതിനെ എന്താക്കുന്നു? ശക്തിപ്പെടുത്തുന്നുണ്ട്. എന്താണ് ഹദീസ് ലൈഫായത്? നിഅമൽ മുദക്കിറു വൽ മിസ്ബഹതു എന്നാണ്. നിഅമൽ മുദക്കിറു, ദിക്റിനെ ഓർമ്മിപ്പിച്ചു തരുന്നതിന്റെ ജിൻസ് വളരെ നല്ലത്. അത് ഏതാണ്? മഖ്സൂസും ബിൽ മദ്ഹ്. അൽ മിസ്ബഹത്തു, തസ്ബീഹ് ചൊല്ലാൻ പറ്റുന്ന ആയുധം എന്നതാണ്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇവിടെ ഈ കെട്ട് ആദ്യം പറഞ്ഞതായ അദ്റ ഇമാമിന്റെ ആ കൗലിന്റെ ഉദ്ദേശം, അതെടുത്താൽ മറ്റൊന്നും അറിയുന്നില്ല എങ്കിൽ അയാൾക്ക് കമാലിയത്തില്ല എങ്കിലും സുന്നത്ത് കിട്ടും. മറ്റു വല്ല മാർഗം പറയുകയാണെങ്കിൽ സുന്നത്തെ കിട്ടൂല എന്നല്ല ഇത് മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ ഈ ഹദീസില് മിസ്ബഹത്ത്, അപ്പോ വിരൽ കൊണ്ട് അല്ലാതെയും എന്ത് ചെയ്യാൻ പറ്റും? മിസ്ബഹത്ത് നല്ലത്, അത് കിട്ടുന്നുണ്ടല്ലോ. അങ്ങനെ മിസ്ബഹത്തൊന്നും അറിയാതെ വെറും വിരൽ കൊടി കൊണ്ട് അറിയാണെങ്കിലോ? അതിനെപ്പറ്റി നമുക്കൊന്ന് പരിശോധിച്ചേക്കാം. ഇനി കെട്ടിട്ട് എല്ലാവരും തെല്ലിയ ദിക്റെങ്ങനെയാ? വാൻ അബി ഹുറൈറ, അബിനെവിടെ പറഞ്ഞത് മിസ്ബഹത്തിന് തെളിവായല്ലോ. മിസ്ബഹത്തും പറ്റും, വിരൽ കൊടി കൊണ്ടും പറ്റും. ഇനി മഹാനായ അബൂ ഹുറൈറ തങ്ങളെ തൊട്ട് അന്നഹു കാന ലഹു ഖൈതുൻ ഫീഹി അൽഫു ഉഖദത്തിൻ, ഒരു 1000 കെട്ടിട്ട ഒരു ചരടുണ്ടായിരുന്നു. ആർക്ക്? ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ തങ്ങൾക്ക്. അന്നത്തെ മാലമണികൾ അങ്ങനെ കണക്കൂട്ടുക. ഒരു ചരടെടുത്തിട്ട് അതിന് 1000 കെട്ടിട്ട് വെക്കും. ഫലാ യനാമു ഹത്താ യുസബ്ബിഹ ബിഹി, അങ്ങനെ 1000 കെട്ടിട്ടതായ ആ ചരടെടുത്തിട്ട് ബഹുമാനപ്പെട്ടവർ ആ കെട്ടുമങ്ങനെ പിടിച്ചിട്ട് എന്താക്കും? അദ്ദേഹം ബഹുമാനപ്പെട്ടവർ തസ്ബീഹ് ചെല്ലുന്ന, അങ്ങനെ തസ്ബീഹ് ചെല്ലിട്ടേ ഉറങ്ങുള്ളൂ, അല്ലെങ്കിൽ ഉറങ്ങാറില്ല എന്നാണ്. അപ്പോ കെട്ടിട്ടുകൊണ്ട് ചരടുമേൽ കെട്ടിടുക, എന്നിട്ട് ആ കെട്ടിങ്ങനെ പിടിച്ചിട്ട് കണക്കാക്കി ചെല്ലുക. ഇപ്പൊ നമുക്ക് ആധുനിക സജ്ജീകരണങ്ങളായി വന്നു, തെക്കിയ മതി. അപ്പൊ ടൈം കാണിക്കുമ്പോൾ അക്കം കാണിച്ചു തരും. അങ്ങനെയൊക്കെയുണ്ട്. ഈ മറ്റൊരു റിപ്പോർട്ടിൽ കാണുന്നുണ്ട് കാരി യുസബ്ബിഹു ബിൻ നവാ, നവ കൊണ്ട് എന്തായിരുന്നു? തസ്ബീഹ് ചെല്ലുമായിരുന്നു. നവ എന്ന് പറഞ്ഞാൽ കാരക്കുരു. അങ്ങനെയും അബൂ ഹുറൈറ തങ്ങള് കാരക്കുരു ഉണ്ട് കണക്കാക്കി വെച്ചിട്ട് അതിങ്ങനെ നീക്കിയിട്ട് എന്താകും? തസ്ബീഹ് ചൊല്ലി കണക്കാക്കിയിരുന്നു. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ചില ആളുകളെ തൊട്ടും സ്വഹാബാക്കളെ തൊട്ടും അധികമായി ഹദീസ് വന്നിട്ടുണ്ട്. കാരക്കുരു, അതുപോലെ ചെറിയ കല്ല്, ഇതൊക്കെ എടുത്തിട്ട് തസ്ബീഹിൽ കണക്കാക്കി വന്നിരുന്ന റിപ്പോർട്ട് ഒരുപാടുണ്ട്. നബിയുടെ ഭാര്യമാരിൽ ചില ആളുകള് അത് ചെയ്തപ്പോൾ അങ്ങനെ കാരക്കുരു എണ്ണിങ്ങനെ വെച്ചപ്പോ തസ്ബീഹ് ചെല്ലുന്നു. ബൽ റആഹൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ ഉമ്മഹാത്തുൽ മുഅ്മിനിൽപ്പെട്ട ഒരു ഭാര്യ മഹാനായ നബി തങ്ങള് അങ്ങനെ ചെല്ലുന്നത് നബി തങ്ങൾ കണ്ടു. ആ മഹദിയെ, ആ ഉമ്മയെ കണ്ടപ്പോൾ വയ്യ തുസബിയുമിൽ അസ, കല്ലിങ്ങനെ എണ്ണിക്കൊണ്ട് കല്ലിങ്ങനെ നീക്കും. ഒരു തസ്ബീഹ് ചെല്ലും, ഒരു കല്ല് വെക്കും, അങ്ങനെ നീക്കുന്ന രംഗം. അപ്പൊ കല്ല് കൊണ്ട് കണക്കാക്കിക്കൊണ്ട് തസ്ബീഹ് ചെല്ലുന്ന ഒരു മഹദിയാണ്. ഒരു മഹദിയെ കണ്ടു. ആര്? നബി തങ്ങൾ കണ്ടു. അലാദാലിക്ക, നബി ഒന്നും എന്തായില്ല, ആക്ഷേപിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഉമ്മഹാത്തുൽ മുഅ്മിനീൻപ്പെട്ട ആ ഭാഗത്ത് ചെയ്തത് അവിടെ അംഗീകരിക്കുകയും ചെയ്തു. അപ്പൊ നബി അംഗീകരിച്ച കാര്യം കൂടിയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ തസ്ബീഹിനെ കണക്കാക്കാനൊക്കെ പറ്റുന്ന വഴികളുണ്ട് എന്നർത്ഥം. ഇങ്ങനെ പറയപ്പെട്ടിട്ടുണ്ട്. ഇനി അഭിപ്രായം പറയട്ടെ എന്ന്. ഇവിടെ അനാമിലുണ്ട്, സുബഹയുണ്ട്, മറ്റുള്ളതൊക്കെ ഉണ്ട്. ഏതാ നല്ലത്? അഖദു തസ്ബീഹ് ബിൽ അനാമിലി, വിരലുകളെ കൊണ്ട് കണക്കാക്കിയുള്ള തസ്ബീഹ്. അങ്ങനെ വിരലുകളെ കൊണ്ട് തസ്ബീഹിനെ കെട്ടുക എന്ന് പറഞ്ഞാൽ വിരലുകൾ മടക്കി പിടിച്ച് എണ്ണം കണക്കാക്കുന്ന ആ കണക്ക്. അഫ്ളലു മിന സുബ്ഹത്തി, മാലമണികളെക്കാൾ അഫ്ളൽ അങ്ങനെയാണ്. അപ്പൊ തസ്ബീഹിന്റെ മറ്റൊരു മാർഗം കണക്കാക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാളും നല്ലത് അനാമില് കൊണ്ടാണ് എന്നതാണ്. വക്കീല, ആ അഫ്ളൽ വരണമെങ്കിൽ തന്നെ അവിടെ ഒരു അഭിപ്രായം പറയുന്നുണ്ട്, നിബന്ധന ഇൻ അവിനൽ വലത്ത, വിരലുകൊണ്ട് തസ്ബീഹിനെ കണക്കാക്കി വരുമ്പോൾ പിഴക്കൂല എന്ന് ഉറപ്പുണ്ടെങ്കിൽ, അവിടെ നിർഭയത്വം വരണം പിഴവിനെ. നേരെ മറിച്ച് പിഴക്കുമെന്ന് നിർഭയമല്ല, ഒരു വിശ്വാസമല്ല, പേച്ചു പോയേക്കാം. അങ്ങനെ വരികയാണെങ്കിൽ അനാമിൽ കൊണ്ട് പറ്റൂല. അപ്പൊ അഫ്ളലില്ല. ഔല, അങ്ങനെ വരുമ്പോൾ ഏതെന്നെയാണ് ഔല? വിരലുകളെ കൊണ്ട് തസ്ബീഹിനെ കണക്കാക്കി തസ്ബീഹ് ചെല്ലതാണ് ഔല. ഏത്?
പിഴവ് ഇല്ല, പിഴക്കൂലെന്ന് ഉറപ്പുണ്ടെങ്കിൽ. ഇല്ല വഹിയ ഔല, അങ്ങനെയല്ലെങ്കിൽ ഇതാണ് നല്ലത്. അതിന് മിസ്ബാത്തു എന്ന് പറഞ്ഞാല് വിരല് കൊണ്ട് തസ്ബീഹ് കണക്കാക്കി വരുന്ന സമയത്ത് പിഴവ് ഉണ്ടാകും, പേടി വരും. പിഴക്കുമോ ഇല്ലെങ്കിൽ പേടിയാ, വിശ്വാസമൊന്നുമില്ല. അങ്ങനെ വരികയാണെങ്കിൽ പിന്നെന്താ, തസ്ബീഹ്മാരെടുത്തുകൊണ്ട് ചെല്ലലാണ്, അങ്ങനെ കണക്കായി വരും. വഹുവ അഖറബു ലിബുഇദിഹി അൻ മവാത്തിരി റിയാഇ, ലോകമാന്യത വരിക എന്നുള്ളതായ സംഗതികളെ തൊട്ടെല്ലാം വിദൂരത്തായത് കൊണ്ട് എന്ത് ചെയ്യലാണ്, വിരലുകളെ കൊണ്ട് കണക്കാക്കി തസ്ബീഹ് ചെല്ലണം ഏറ്റവും നല്ലത്. തസ്ബീഹ്മാൻ എടുത്തുകൊണ്ട് ചെല്ലുന്നതിനേക്കാൾ നല്ലത് വിരലെ കൊണ്ട്. അതാരും പെട്ടെന്ന് കാണുന്ന ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. തസ്ബീഹ്മാനെ നമുക്ക് നടക്കുമ്പോ കാണുമല്ലോ. വല്ലാഹു സുബ്ഹാനഹു വ തആല അഅലമു, അല്ലാഹു തആലാക്ക് എല്ലാം അറിയാം. ബർക്കത്തിന് വേണ്ടി പറഞ്ഞ് ഹബീബ് എന്നവര് 20ാമത്തെ ഫായിദ ഈ പറഞ്ഞ രൂപത്തിൽ അവസാനിപ്പിച്ചു. അപ്പൊ വിരല് കൊണ്ട്, തസ്ബീഹ് മാല കൊണ്ട്, കല്ലുകളെ കൊണ്ട്, കാരക്കുരു കൊണ്ട് ഏതെല്ലാം മാർഗങ്ങൾ കണക്കാക്കാൻ പറ്റുന്നുണ്ടോ അതൊക്കെ സ്വീകരിച്ചുകൊണ്ട് ദിക്റിനെയും തസ്ബീഹിനെയും ഒക്കെ എന്താവാം, കണക്കിന് പിടിക്കാം എന്നതാണ് ആകത്തുക ഇവിടെ ഈ ഫായിദയിൽ പറഞ്ഞത്. അൽഹംദുലില്ലാഹ്. ഇനി ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് വെള്ളിയാഴ്ച 21ാമത്തെ ഫായിദയുമായി വരാം. അത് വളരെയധികം മസ്അലകളും വളരെ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നതും അതോടൊപ്പം തന്നെ എത്ര ചർച്ച ചെയ്താലും സംശയം വന്നുകൊണ്ടിരിക്കുന്ന ഒരു മസ്അലയോടുകൂടിയുള്ള വിധികളായി ഉൾപ്പെടുത്തുന്ന ഒരു സംഗതിയാണ് ഒരു 21ാമത്തെ ഫായിദ. ഏകദേശം അതൊരു എത്രത്തോളം വരും, 4 പേജോളം ഉണ്ടായിരിക്കും ഇൻഷാ അല്ലാഹ് ഒരു മസ്അല. നല്ല രീതിയിൽ ചർച്ച ചെയ്യുവാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ ചർച്ച ചെയ്ത എല്ലാ വിഷയങ്ങളും നമ്മിൽ നിന്ന് അള്ളാഹ് ഖബൂൽ ചെയ്ത് നാളെ പാരത്രിക ലോകത്ത് മുതൽക്കൂട്ടായി അള്ളാഹ് നമുക്ക് അനുഗ്രഹം നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.